ഹായ് ഓൾ, വെൽക്കം ടു സയൻസ് ഫോർ ഓൾ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വേവ്സ് ആൻഡ് സൗണ്ട് ആണ്. തരംഗങ്ങൾ, അതിൽ തന്നെ ശബ്ദ തരംഗങ്ങൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇതിൽ PYQസും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളും നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ സൗണ്ടിൻ്റെ പ്രൊപ്പഗേഷൻ, എങ്ങനെയാണ് ഒരു മാധ്യമത്തിലൂടെ സൗണ്ട് സഞ്ചരിക്കുന്നത്. സൗണ്ടിന് സഞ്ചരിക്കാനായിട്ട്, ശബ്ദത്തിന് സഞ്ചരിക്കാനായിട്ട് എന്ത് വേണം? ഒരു മീഡിയം വേണം. ഓക്കെ, മീഡിയം വളരെ അത്യന്താപേക്ഷിതമാണ് സൗണ്ടിന്. മീഡിയം ഇല്ലെങ്കിൽ അവിടെ നമുക്ക് സൗണ്ട് കേൾക്കാനായിട്ട് പറ്റില്ല. ബഹിരാകാശത്ത് ചെന്ന് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു സൗണ്ട് മറ്റൊരാളിലേക്ക് എത്തില്ല, കമ്മ്യൂണിക്കേഷൻ സംഭവിക്കില്ല. കാര്യം അവിടെ എന്തില്ല, ഈ മീഡിയം എന്ന് പറയുന്നില്ല, വാക്വമാണ്, ശൂന്യതയാണ്. അപ്പോൾ സൗണ്ടിന് സഞ്ചരിക്കാനായിട്ട് എന്ത് വേണം? മീഡിയം വേണം എന്നുള്ളത് നിർബന്ധമാണ്. ആ മീഡിയം എന്ന് പറയുന്നത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം, ഖരാവസ്ഥയിലോ ദ്രാവകാവസ്ഥയിലോ വാതകാവസ്ഥയിലോ ഒക്കെ ആവാം. സൗണ്ട് കനോട്ട് ട്രാവൽ ഇൻ വാക്വം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരിക്കലും സൗണ്ടിന് ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. ഇറ്റ് നീഡ്സ് എ മെറ്റീരിയൽ മീഡിയം. ഓക്കെ, ദെൻ നമ്മൾ തരംഗങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഒന്ന് ട്രാൻസ്വേഴ്സ് വേവുമാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ആ ഒരു പാർട്ടിക്കിൾസ്, തരംഗത്തിലെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? തരംഗത്തിന് പാരലലായിട്ടാണ്. ഓക്കെ, അപ്പോൾ തരംഗം ഇങ്ങനെ നേരെ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ തരംഗത്തിന് പാരലലായിട്ടാണ് ആര് സഞ്ചരിക്കുന്നത്? ഈ പറഞ്ഞ പാർട്ടിക്കിൾസ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് നോട്ട് ചെയ്ത് വെക്കുക. പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെ എക്സാമ്പിൾ ആണ് സൗണ്ട് വേവ്സ്, അതുപോലെ തന്നെ സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന വേവ്സ് ഒക്കെ തന്നെ. ദീസ് വേവ്സ് പ്രൊപ്പഗേറ്റ് ഇൻ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലൊക്കെ ഇതിന് സഞ്ചരിക്കാനായിട്ട് സാധിക്കും ലോഞ്ചിറ്റ്യൂഡൽ വേവ്. ഇവിടെ എന്താ ഉള്ളത്? പ്രഷറിൻ്റെയും ഡെൻസിറ്റീൻ്റെയും വേരിയേഷനാണ് നമുക്ക് കാണാൻ പറ്റുക. പ്രഷറിൻ്റെയും ഡെൻസിറ്റീൻ്റെയും വേരിയേഷൻ, അതിനെ നമ്മൾ വിളിക്കുന്നത് കംപ്രഷൻ ആൻഡ് റയർഫാക്ഷൻ എന്നാണ്. അതായത് പ്രഷർ കൂടിയ സ്ഥലങ്ങളും പ്രഷർ കുറഞ്ഞ സ്ഥലങ്ങളും നമുക്കിങ്ങനെ അൾട്ടർനേറ്റ് ആയിട്ട് മാറി മാറി കാണാം. സ്ഥലം, പ്രഷർ കുറഞ്ഞ സ്ഥലം, ഡെൻസിറ്റി കൂടിയ സ്ഥലം, ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലം, ഇങ്ങനെയാണ് ഈ പാർട്ടിക്കിൾസ് സഞ്ചരിക്കുന്നത്. ഈ കറുത്ത ബാൻഡിൽ ഞാൻ വരച്ചിരിക്കുന്നത് പ്രഷർ കൂടിയ സ്ഥലമാണ്, കംപ്രസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. കംപ്രഷൻ എന്ന് വിളിക്കും, ഇതിനെയാണ് കംപ്രഷൻ എന്ന് വിളിക്കുക. ഈ ഒരു സ്ഥലമാണ് വിട്ടുവിട്ട് നിൽക്കുന്ന പാർട്ടിക്കിൾസ് വിട്ടുവിട്ട് നിൽക്കുന്ന സ്ഥലത്തെയാണ് റയർഫാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് നോക്കാം. പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ എന്താ? തരംഗത്തിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടാണ് പാർട്ടിക്കിൾസ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം. ഇപ്പോൾ ഒരു സ്ട്രിങ്ങിൽ, ഒരു കയർ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു തരംഗരൂപത്തിൽ ചലിപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് കല്ലിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഓളങ്ങൾ, ഇതൊക്കെ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഉദാഹരണമാണ്. പ്രൊപ്പഗേറ്റ് ഓൺലി ഇൻ സോളിഡ് ആൻഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ്. പക്ഷേ എന്തിലില്ല? ഗ്യാസിലില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്വേഴ്സ് വേവ് സോളിഡിലും അതുപോലെ തന്നെ ജലോപരിതലത്തിലുമാണ്. ഓക്കെ, ഗ്യാസുകളിൽ ഒരിക്കലും എന്ത് ഫോം ചെയ്യില്ല? ട്രാൻസ്വേഴ്സ് വേവ് ഫോം ചെയ്യില്ല. ഇവിടെ പ്രഷർ അല്ലെങ്കിൽ ഡെൻസിറ്റി വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റില്ല. അതായത് കംപ്രഷൻ അല്ലെങ്കിൽ റയർഫാക്ഷൻ ഇല്ല. പിന്നെ എന്താണ് ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ മേലെ ഭാഗമുള്ള റീജിയനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. താഴെ ഭാഗത്തുള്ള റീജിയനെ നമ്മൾ ട്രഫ് എന്ന് വിളിക്കും. അപ്പോൾ കംപ്രഷനും റയർഫാക്ഷനും പകരമായിട്ട് ഇവിടെ എന്താ ഉള്ളത്? ക്രസ്റ്റും ട്രഫുമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ലോഞ്ചിറ്റ്യൂഡൽ വേവിൽ കംപ്രഷനും ഉണ്ട്, റയർഫാക്ഷനും ഉണ്ട് നമ്മൾ പറഞ്ഞു. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് അവിടെ ക്ലോസസ്റ്റ് ആണ്, ഹൈ പ്രഷർ റീജിയനാണ് അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി റീജിയനാണ്. റയർഫാക്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ഏറ്റവും അകലെയാണ്, റീജിയൻ ഓഫ് ലോ പ്രഷറാണ്, റീജിയൻ ഓഫ് ലോ ഡെൻസിറ്റി ആണ്. ഇനി ഒരു സൗണ്ട് വേവിൻ്റെ, ശബ്ദ തരംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഫ്രീക്വൻസി ഉണ്ട്, രണ്ട് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, മൂന്ന് സ്പീഡ് ഉണ്ട്. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് എന്ന് പറയുന്നതാണ് യൂണിറ്റ്. ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ എത്ര തരംഗങ്ങൾ കടന്നു പോകുന്നു എന്നതിൻ്റെ അളവാണെന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് സമയത്തിൽ എത്ര തരംഗങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തരംഗം അതിനുണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഈ ഒരു ഏറ്റവും താഴെയുള്ള പൊസിഷൻ, ഇതിനെയാണ് മീൻ പൊസിഷൻ എന്ന് പറയുക. അവിടെ നിന്ന് ഇയാൾക്കുണ്ടാകുന്ന ഏറ്റവും ഉയർന്ന ഡിസ്പ്ലേസ്മെൻറ്റ്
അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഇനി സ്പീഡ് എന്ന് പറഞ്ഞാൽ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത. സ്പീഡ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയോ? സ്പീഡ് ഓഫ് എ വേവ്, ഒരു തരംഗത്തിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ഫ്രീക്വൻസിയെ നിങ്ങൾ എന്ത് വെച്ച് ഗുണിക്കണം? ഫ്രീക്വൻസിയെ വേവ് ലെങ്ത് വെച്ച് ഗുണിക്കണം. ഫ്രീക്വൻസിയെ വേവ് ലെങ്ത് വെച്ച് ഗുണിക്കണം. അപ്പോൾ എന്താ ഈ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ? വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള, അടുത്തടുത്ത ക്രസ്റ്റുകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ അടുത്തടുത്ത ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ക്രസ്റ്റും ട്രഫും വരച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തടുത്ത 2 ട്രഫുകൾക്കിടയിലുള്ള ദൂരം, അത് ഒരു വേവ് ലെങ്ത് ആണ്, ലാംഡ. അടുത്തടുത്ത 2 ക്രസ്റ്റുകൾക്കിടയിലുള്ള ദൂരം, അതും എന്ത് തന്നെയാണ്? വേവ് ലെങ്ത് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ ഒരു സൗണ്ട് വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്? ഫ്രീക്വൻസി ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, സ്പീഡ് ഉണ്ട്. ഇനി പിച്ച് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കും. പിച്ച് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിൻ ഫ്രീക്വൻസിയെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ ഒരു ടേമാണ് പിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര കാര്യമുള്ളൂ. ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ പിച്ചാണ്. സ്ത്രീകളുടെ സൗണ്ട് എന്നൊക്കെ പറയുന്നത് ഹൈ ഫ്രീക്വൻസി, ഹൈ പിച്ച്. ലോ ഫ്രീക്വൻസി, ലോ പിച്ച്. ഇത്ര മാത്രം ഓർത്താൽ മതി. ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹൈ പിച്ച്, ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ലോ പിച്ച്. ഇനി സൗണ്ടിൻ്റെ ലൗഡ്നെസ്, അതിൻ്റെ ലൗഡ്നെസ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ലൗഡ്നെസ്സും കൂടും. ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ എന്തും കൂടുതലായിരിക്കും, ലൗഡ്നെസ് കൂടുതലായിരിക്കും. ഒരു വസ്തുവിനെ നമ്മൾ വലിയ ഫോഴ്സോട് കൂടി അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. അതുകൊണ്ട് ഭയങ്കര ലൗഡായിട്ടുള്ള സൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് സൗണ്ടിൻ്റെ ലൗഡ്നെസ് കൂടും. അടുത്ത ഫാക്ടർ ഡിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന സോഴ്സിൽ നിന്ന് ദൂരെ പോകുന്നതിനനുസരിച്ച് എന്ത് കുറയും? ലൗഡ്നെസ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. മൂന്നാമത്തെ സർഫസ് ഏരിയ ആണ്. സർഫസ് ഏരിയ, ലാർജർ സർഫസ് ഏരിയ. ഓക്കെ, വലിയൊരു സർഫസ് ഏരിയ ആണെങ്കിൽ അവിടെ അടിച്ചു കഴിഞ്ഞാൽ ലൗഡായിട്ടുള്ള സൗണ്ട് ആയിരിക്കും. നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച്, ഡ്രമ്മൊക്കെ നമ്മൾ കാണാറുണ്ട്, സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ലൗഡ്നെസ് കൂടും. ഇപ്പോൾ 3 ഫാക്ടർ: ആംപ്ലിറ്റ്യൂഡ്, ഡിസ്റ്റൻസ്, സർഫസ് ഏരിയ. ആംപ്ലിറ്റ്യൂഡ് കൂടിയാലും സർഫസ് ഏരിയ കൂടിയാലും ലൗഡ്നെസ് കൂടും. പക്ഷേ ഡിസ്റ്റൻസ് കൂടിയാൽ ലൗഡ്നെസ് കുറയും എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു പദമാണ് ടിമ്പർ എന്ന് പറയുന്നത്. ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ക്വാളിറ്റി ഓഫ് ദ സൗണ്ടാണ്, സൗണ്ടിൻ്റെ ക്വാളിറ്റിയാണ്. 2 വ്യത്യസ്ത സൗണ്ടുകളെ പരസ്പരം ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ. ഈ സൗണ്ടുകൾക്ക് സെയിം പിച്ചാണ്, സെയിം ലൗഡ്നെസ് ആണ്. അപ്പോൾ ഇതിനെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടിമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ക്വാളിറ്റി ഓഫ് ദ സൗണ്ടാണ്. ടിമ്പർ ഈസ് ദ ക്വാളിറ്റി ഓഫ് ദ സൗണ്ട്. ഇനി സൗണ്ടിൻ്റെ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഫിക്സഡ് ഫോർ എ ഗിവൺ മീഡിയം അറ്റ് എ ഫിക്സഡ് ടെമ്പറേച്ചർ. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിൽ സോളിഡുകളിലുള്ള സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സ്പീഡ് ഓഫ് സൗണ്ട് ഏറ്റവും കൂടുതൽ എന്തിലായിരിക്കും? സോളിഡിലായിരിക്കും. കാര്യം എന്താ? ഇതിലെ പാർട്ടിക്കിൾസ് ഏറ്റവും അടുത്തടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വൈബ്രേഷൻ അതിന് ട്രാൻസ്ഫർ ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്പീഡ് ഇതിലാണ്, സോളിഡിലാണ്. ഇത് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് ലിക്വിഡ്, ഏറ്റവും കുറവ് ഇതിലാണ്, ഗ്യാസിലാണ്. ഇനി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? സ്പീഡും കൂടും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സ്പീഡിൻ്റെ സൗണ്ടും കൂടും. എക്സാമ്പിൾ, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ 0 ഡിഗ്രി സെൽഷ്യസിൽ 331 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേസമയം ഒരു 22 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്ക് സ്പീഡ് എത്രയാവും? 344 മീറ്റർ പെർ സെക്കൻഡ് ആവും. അത് അർത്ഥമാക്കുന്നത് എന്താ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? സൗണ്ടിൻ്റെ സ്പീഡും കൂടും. ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് സൗണ്ടിൻ്റെ സ്പീഡിനേക്കാൾ വളരെ വളരെ അധികമാണ്. അതുകൊണ്ടാണ് ഇടിമിന്നൽ സംഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം വെളിച്ചം കണ്ടതിന് ശേഷം ഇടിയുടെ സൗണ്ട് കേൾക്കുന്നത്. ഓർത്ത് വെക്കുക. ഇനി NCERT പല മീഡിയങ്ങളിൽ 25 ഡിഗ്രി സെൽഷ്യസ്, അതാണ് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അതിൻ്റെ സ്പീഡ് കൊടുത്തിട്ടുണ്ട്. അയൺ, ഇരുമ്പിൽ സ്പീഡ് എത്രയാണ്? 5950 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വാട്ടറിൽ 1531 എയറിൽ എത്രയുള്ളൂ? 346 25 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, സോളിഡുകളിലാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ലിക്വിഡ്, അത് കഴിഞ്ഞ് ഗ്യാസ് എന്ന് പറയും. ഓക്കെ, ദെൻ എക്കോ എന്ന് പറയുന്ന പ്രതിഭാസം. ദ സൗണ്ട് ഹേർഡ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം എ ഡിസ്റ്റൻറ്റ് ഒബ്സ്റ്റക്കിൾ. നമ്മൾ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മുന്നിലുള്ള തടസ്സത്തിൽ നിന്ന് അത് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്കോയ്ക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. ദ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ഒറിജിനൽ സൗണ്ട് ആൻഡ് റിഫ്ലക്റ്റഡ് സൗണ്ട്. ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള സൗണ്ടും റിഫ്ലക്റ്റഡ് സൗണ്ടും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0.1 സെക്കൻഡ് ആയിരിക്കണം. ആ ടൈം ഇൻ്റർവെൽ
ഗ്രേറ്റർ ദാൻ 0.1 സെക്കൻഡ് ആയിരിക്കും. ഈ വാല്യൂ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മുടെ ബ്രെയിനിന് അത് മനസ്സിലാക്കാനായിട്ട് 0.1 സെക്കൻഡ് എന്നുള്ളത് ആവശ്യമാണ്. അപ്പോൾ ഒറിജിനൽ സൗണ്ടും റിഫ്ലക്റ്റഡ് സൗണ്ടും തമ്മിലുള്ള ടൈം ഇൻ്റർവെൽ എത്രയായിരിക്കണം? 0.1 സെക്കൻഡ് ആയിരിക്കണം. ഇനി എക്കോ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ടൈം ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഡിവൈഡഡ് ബൈ വി. വി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. വെലോസിറ്റി ഓഫ് സൗണ്ട്. അപ്പോൾ എക്കോ റിലേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക. ഇനി എക്കോ കേൾക്കാനായിട്ടുള്ള മിനിമം ഡിസ്റ്റൻസ് 22 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? 17.2 മീറ്റർ ആണ്. എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 22 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പറഞ്ഞു സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഏകദേശം 344 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 22 ഡിഗ്രി സെൽഷ്യസിൽ സൗണ്ടിൻ്റെ വെലോസിറ്റി 344 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഈ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടൈം ഇൻ്റർവെൽ മിനിമം എത്രയായിരിക്കണം? 0.1 സെക്കൻഡ് ആയിരിക്കണം. ടൈം ഇൻ്റർവെൽ 0.1 സെക്കൻഡ്. അപ്പോൾ 0.1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 344 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് മാത്തമാറ്റിക്കലി ചെയ്ത് കഴിഞ്ഞാൽ 2D ഈക്വൽ ടു 0.1 ഇൻറ്റു 344 എത്ര കിട്ടും? 34.4. അപ്പോൾ ഡി എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടും? 34.4 ഡിവൈഡഡ് ബൈ 2 ഏകദേശം 17.2 എന്നുള്ളത് വരും. അപ്പോൾ മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? 17.2 മീറ്റർ ആണ്. എക്കോ റിലേറ്റഡ് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി റിവർബറേഷൻ എന്ന് പറയുന്ന ടേം ഉണ്ട്. എന്താണ് റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. ഒരു സർഫസിൽ സൗണ്ട് ഇങ്ങനെ തട്ടി അത് മൾട്ടിപ്പിളായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിവർബറേഷൻ എന്ന് പറയുന്നത്. It is the persistence of sound due to multiple reflection from surface like walls, floor and object. Okay. ഇനി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്ന ചില ഡിവൈസുകളുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. യൂസസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ: മെഗാഫോണുകൾ, ഹോണുകൾ, ട്രംപറ്റുകൾ, ഷെഹനായി ഇങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പ്. ഇത് ചോദിച്ച ചോദ്യമാണ്. അതുപോലെ തന്നെ ഹാളിൻ്റെ കേർവ്ഡ് സീലിങ്സ്, അവിടെയൊക്കെ എന്ത് സംഭവിക്കും? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സംഭവിച്ച് റിവർബറേഷൻ എന്നുള്ള കാര്യം കാണാനായിട്ട് സാധിക്കും. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് റേഞ്ച് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. സൗണ്ട് 20 ഹെർട്സിനേക്കാൾ കുറവാണ് ഫ്രീക്വൻസി എങ്കിൽ അതിനെ ഇൻഫ്രാസോണിക് എന്നും. ഇനി സോണിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഡിബിൾ ആയിട്ടുള്ള, നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി റേഞ്ചാണ് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20 ഹെർട്സ് മുതൽ 20,000. ഈ വാല്യൂ കൃത്യമായിട്ട് പഠിച്ചു നോക്കണം. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ 20,000-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഓഡിബിൾ റേഞ്ച് എത്രയാണ്? 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്. 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്. നമ്മൾ എനർജി കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും എനർജി ഏതിനാണ്? ഫ്രീക്വൻസി കൂടുതൽ ഉള്ളതിനായിരിക്കും ഏറ്റവും എനർജി. അപ്പോൾ അൾട്രാസോണിക്കിനാണ് ഏറ്റവും കൂടുതൽ എനർജി. അത് കഴിഞ്ഞ് ഓഡിബിൾ. ഏറ്റവും കുറവ് എനർജി ഏതിനാണ്? ഇൻഫ്രാസോണിക്കിനാണ്. ഓക്കെ, ദെൻ ഇൻഫ്രാസോണിക് സൗണ്ട് വേവ്സ് വിത്ത് ഫ്രീക്വൻസി ബിലോ 20 ഹെർട്സ്. ഇത് നമുക്ക് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് അല്ല. ആർക്കൊക്കെ പക്ഷേ കേൾക്കാൻ പറ്റും? റൈനോസറസ്, കാണ്ടാമൃഗത്തിന് കേൾക്കാം, തിമിംഗലങ്ങൾക്ക് കേൾക്കാം, എലിഫൻറ്റിന് കേൾക്കാം. ഇൻഫ്രാസോണിക് സൗണ്ട് ആർക്കൊക്കെ കേൾക്കാം? എലിഫൻ്റ്, ആനകൾക്ക്, അതുപോലെ തന്നെ റൈനോസറസ്, വെയിൽസിനൊക്കെ എന്ത് കേൾക്കാം? ഇൻഫ്രാസോണിക് സൗണ്ട് കേൾക്കാമെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അൾട്രാസോണിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ 20,000-നേക്കാൾ മേലെ ഫ്രീക്വൻസി ഉള്ള സൗണ്ടാണ്. അൾട്രാസൗണ്ടിൻ്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റൽ കഷ്ണത്തിലുള്ള ക്രാക്ക് തിരിച്ചറിയാനായിട്ട് നമ്മൾ അൾട്രാസൗണ്ട് ഉപയോഗിക്കും. നോട്ട് ചെയ്ത് വെക്കുക. മെറ്റൽ കഷ്ണത്തിലുള്ള ക്രാക്ക് തിരിച്ചറിയാനായിട്ട് അൾട്രാസൗണ്ട്. ഹാർട്ടിൻ്റെ ഇമേജിങ്, എക്കോ കാർഡിയോഗ്രാഫിയിൽ നമ്മൾ ഉപയോഗിക്കും. ക്ലീനിങ് ഒബ്ജക്റ്റ്, നമ്മൾ വസ്തുക്കൾ ക്ലീൻ ചെയ്യാനായിട്ട്, ചില വസ്തുക്കൾ ക്ലീൻ ചെയ്യാനായിട്ട് അൾട്രാസൗണ്ട് ഉപയോഗിക്കും. അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കി കളയാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? അൾട്രാസൗണ്ട്. അപ്പോൾ ഇത്രയും അപ്ലിക്കേഷൻ ഉണ്ട്. കൂടുതലും മെഡിക്കൽ ആപ്ലിക്കേഷനാണ്. അൾട്രാസൗണ്ട് സ്കാന്, കിഡ്നി സ്റ്റോൺ ബ്രേക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ മെറ്റൽ ബ്ലോക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ, മെറ്റൽ ബ്ലോക്കിലെ ക്രാക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ, ഹാർട്ടിൻ്റെ ഇമേജിങ്, ക്ലീനിങ്, ഇതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, നമുക്കിനി ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് യൂസ് ദ കൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. നമ്മൾ എക്സാമ്പിൾ പഠിച്ചിരുന്നു. സ്റ്റെതസ്കോപ്പ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗിക്കും. മെഗാഫോൺ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗിക്കും. ട്രംപറ്റ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഡിവൈസാണ്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗിക്കും. പക്ഷേ
ട്യൂണിങ് ഫോർക്ക് എന്ത് ഉപയോഗിക്കുന്നില്ല, ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് അല്ല ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, ഡസ് നോട്ട് യൂസ് ദ കൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, എ സൗണ്ട് വേവ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 4 കിലോ ഹെഡ്സ്. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് എഴുതാം. ഫ്രീക്വൻസി 4 കിലോ ഹെഡ്സ് ആണ്. കിലോ എന്ന് പറയുമ്പോൾ 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 അവിടെ യൂസ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 4 × 1000 4000 ഹെഡ്സ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഫ്രീക്വൻസി. ഇനി വേവ് ലെങ്ത് എത്രയാണ്? ലാംഡ 15 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ മീറ്ററിലേക്ക് തന്നെ മാറ്റി എഴുതണം. 15 സെൻറ്റിമീറ്റർ സമം 15 × 10⁻² മീറ്റർ. ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 1.8 കിലോമീറ്റർ. ഇത് 1.8 കിലോമീറ്റർ താണ്ടാനായിട്ട് എടുക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇയാളുടെ വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി സമം ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഫ്രീക്വൻസി എത്രയാണ്? 4000 ഹെഡ്സ്. 4000 ഇൻറ്റു വേവ് ലെങ്ത് 15 × 10⁻². 2 0 ഇവിടുന്ന് വിട്ടാൽ 40 × 15 എത്ര കിട്ടും? 600 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി കിട്ടി. ഡിസ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഡിസ്റ്റൻസ് എത്രയാണ്? 1.8 കിലോമീറ്റർ അല്ലെങ്കിൽ എത്രയാണ്? 1.8 × 1000 മീറ്റർ അല്ലേ? 1.8 × 1000 മീറ്റർ 1800 1800 മീറ്റർ എന്ന് കിട്ടും. 1800 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസും ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, സ്പീഡുണ്ട്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. 1800 ഡിവൈഡഡ് ബൈ ഹരിക്കണം 600. എത്ര കിട്ടുക? 3 സെക്കൻഡ് എന്ന് കിട്ടും. 3 സെക്കൻഡ്. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സൗണ്ട് ഓഫ് സിംഗിൾ ഫ്രീക്വൻസി ആൻഡ് മിക്സ്ചർ ഓഫ് സെവറൽ ഫ്രീക്വൻസി ആർ നോൺ ആസ് റെസ്പെക്റ്റീവ്ലി. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സൗണ്ട് ഓഫ് സിംഗിൾ ഫ്രീക്വൻസി, സൗണ്ട് ഓഫ് സിംഗിൾ ഫ്രീക്വൻസിയെ നമ്മൾ വിളിക്കുന്ന പേര് ടോൺ എന്നാണ്. ടോൺ എന്ന് വിളിക്കും. സൗണ്ട് ഓഫ് മൾട്ടിപ്പിൾ ഫ്രീക്വൻസി, ഒരുപാട് ഫ്രീക്വൻസി, ഒരു മിക്സ്ചർ ഓഫ് ഫ്രീക്വൻസി ആണെങ്കിൽ അതിനെ നമ്മൾ നോട്ട് എന്നാണ് വിളിക്കുക. എങ്ങനെ ഓർത്ത് വെക്കാം കൺഫ്യൂഷൻ ഇല്ലാതെ? നമ്മുടെ നോട്ട്ബുക്ക് ഉണ്ടല്ലോ, നോട്ട്ബുക്കിൽ എന്തുണ്ടാവും? ഒരുപാട് പേജുകൾ ഉണ്ടാവും. മൾട്ടിപ്പിൾ പേജസ് ആണ്. അപ്പം മൾട്ടിപ്പിൾ, ഒരുപാട് പേജുകൾ, അതുപോലെ തന്നെ ഒരുപാട് ഫ്രീക്വൻസി ഉള്ളതിനെ നമ്മൾ നോട്ടെന്നും, ഒറ്റ ഫ്രീക്വൻസി മാത്രമാണെങ്കിൽ ടോൺ എന്നും വിളിക്കും. രണ്ടും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്താൽ മതി. അപ്പോൾ സിംഗിൾ ഫ്രീക്വൻസിയെ നമ്മൾ ടോൺ എന്ന് വിളിക്കും, രണ്ടാമത്തതിനെ മൾട്ടിപ്പിൾ ഫ്രീക്വൻസിയെ നോട്ട് എന്ന് വിളിക്കും. അപ്പോൾ ആദ്യം സിംഗിൾ ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്, അത് കഴിഞ്ഞ് മിക്സർ ഓഫ് സെവറൽ ഫ്രീക്വൻസി. റെസ്പെക്റ്റീവ്ലി എന്താണ്? ടോൺ ആൻഡ് നോട്ട്. ടോൺ ആൻഡ് നോട്ട്. ഓപ്ഷൻ എ. നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ടിൻ്റെ ആപ്ലിക്കേഷൻ അല്ലാത്തത്. മെഡിക്കൽ ഇമേജിംഗ് ആപ്ലിക്കേഷനാണ്, ക്ലീനിങ് ഒബ്ജക്റ്റ് ആപ്ലിക്കേഷനാണ്, ഡിറ്റക്റ്റിംഗ് ക്രാക്ക് ഇൻ മെറ്റൽ ബ്ലോക്സ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പക്ഷേ ഹിയറിംഗ് ടെസ്റ്റ്, ഈ അൾട്രാസൗണ്ട് നമുക്ക് കേൾക്കാനേ പറ്റില്ല, പിന്നെ എങ്ങനെയാണ് അത് ഹിയറിംഗ് ടെസ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുക? അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. വാട്ട് ഹാപ്പൻസ് ഇൻ എ ലോഞ്ചിറ്റ്യൂഡനൽ വേവ്. ലോഞ്ചിറ്റ്യൂഡനൽ വേവ് എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടിക്കിൾസ് ഓസിലേറ്റ്. പാർട്ടിക്കിൾ എങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത്? മുന്നോട്ടും ബാക്കോട്ടേക്കുമാണ്. പാരലലായിട്ടാണ്, മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും ഓസിലേറ്റ് ചെയ്യും. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ അവസ്ഥ. ഈ ഒരു ഫിഗർ ഓർത്ത് വെക്കുക. അതേസമയം ട്രാൻസ്വേഴ്സ് വേവിൽ പാർട്ടിക്കിൾ എങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടാണ്, മേലോട്ടും താഴോട്ടും, അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ ട്രാൻസ്വേഴ്സ്, മുന്നോട്ടും ബാക്കിലോട്ടും ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത് അബൌട്ട് ദെയർ പൊസിഷൻ ഓഫ് റെസ്റ്റ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് അപ്രോക്സിമേറ്റ്ലി 340 മീറ്റർ പെർ സെക്കൻഡ് ഇഫ് എ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് 70 മീറ്റർ അവേ. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ എൻ എക്കോ ടു റിട്ടേൺ ടു ദ സോഴ്സ്? ഓക്കെ, ആദ്യം സ്പീഡ് തന്നിട്ടുണ്ട്. വെലോസിറ്റി എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. എക്കോ എന്നുള്ള ചോദ്യം കണ്ടാൽ തന്നെ നിങ്ങൾ ആദ്യം ഇക്വേഷൻ എഴുതി വെക്കുക. ടി ഈസ് ഈക്വൽ ടു 2D ഡിവൈഡഡ് ബൈ വി. അപ്പോൾ ഇതാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്, ഒച്ച ഉണ്ടാക്കുന്ന ആ ഒരു പോയിന്റ്. അത് കഴിഞ്ഞ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ട്. ഇത് തിരിച്ചു വരുന്ന സർഫസ് 17 മീറ്റർ ദൂരെയാണെന്ന് പറയുന്നുണ്ട്. സോഴ്സിൽ നിന്ന് 17 മീറ്റർ ദൂരെയാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ എൻ എക്കോ ടു റിട്ടേൺ? ടി ആണ് അറിയേണ്ടത്. ടി. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡി എത്രയാ? 17 മീറ്റർ. ഡി ആണ് 17 മീറ്റർ. 17 ഡിവൈഡഡ് ബൈ വി 340. 2 ഇൻറ്റു 17 എന്ന് പറയുമ്പോൾ 34 ഡിവൈഡഡ് ബൈ 340.
എത്ര കിട്ടും? 1/10 അല്ലെങ്കിൽ 0.1 സെക്കൻഡ് എന്ന് കിട്ടും. 0.1 സെക്കൻഡ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ എക്കോയിലുള്ള ഇക്വേഷൻ എന്താണ്? T is equal to 2D divided by V. വാട്ട് ഡു വി കോൾ ദ ലോ പ്രഷർ ഏരിയ? ലോ പ്രഷർ ഹൈ പ്രഷർ എന്ന് പറയുമ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ ഹൈ പ്രഷർ അല്ലേ വരിക, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഹൈ പ്രഷർ, കംപ്രഷൻ. അപ്പോൾ ലോ പ്രഷർ എന്തായിരിക്കും? റെയർ ഫാക്ഷൻ എന്നാണ് പറയാം. ലോ പ്രഷർ റെയർ ഫാക്ഷൻ. ഓപ്ഷൻ എ. വെൻ വി ഹിറ്റ് എ ടേബിൾ ലൈറ്റ്ലി, നമ്മൾ ചെറുതായിട്ടൊരു ടേബിളിൽ തട്ടി, ദ സൗണ്ട് പ്രൊഡ്യൂസ് ഈസ് സോഫ്റ്റ്. വളരെ ചെറിയ സൗണ്ട് ആയിരിക്കും. കാര്യം എന്താ? ലൈറ്റായിട്ട് തട്ടുമ്പോൾ, കൂടുതൽ ഫോഴ്സിൽ തട്ടുമ്പോൾ അതിൻ്റെ ലൗഡ്നെസ് കൂടുതലായിരിക്കും, ആംപ്ലിറ്റ്യൂഡ് കൂടുതലായതുകൊണ്ട്. ഇവിടെ ലൗഡ്നെസ് വളരെ കുറവാണ്, സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ടാണ്. കാര്യം എന്താ? ആംപ്ലിറ്റ്യൂഡ് വളരെ കുറവായതുകൊണ്ടാണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഈസ് സ്മോൾ. ഓപ്ഷൻ എ. The speed of sound in air is about 343 meter per second at room temperature. What happens to its speed when it travels through water? എയറിൽ 343 മീറ്റർ പെർ സെക്കൻഡ് ആണ് റൂം ടെമ്പറേച്ചറിൽ. അതേ സ്പീഡ് വെള്ളത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു സ്പീഡ് ഓഫ് സൗണ്ടിൻ്റെ ഓർഡർ എങ്ങനെയാണ്? സോളിഡിലാണ് കൂടുതൽ, ദെൻ ലിക്വിഡ്, ഏറ്റവും കുറവ് ഇതിലാണ് ഗ്യാസാണ്. അപ്പോൾ ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് വരുമ്പോൾ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുകയുള്ളൂ. ഇറ്റ് ഇൻക്രീസസ് അല്ലേ? ഇറ്റ് ഇൻക്രീസസ്. ഓപ്ഷൻ സി. ഇഫ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 600 നാനോമീറ്റർ ആണ്. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻9 മീറ്റർ ആണ്. സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ്? 3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് വേണ്ടത് ഫ്രീക്വൻസിയാണ്. നമ്മുടെ ഇക്വേഷൻ ഓർത്ത് നോക്കുക. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. വെലോസിറ്റി എത്രയാണ്? 3 × 10⁸8. അപ്പോൾ ഈ നാനോമീറ്റർ എന്നോ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം മീറ്ററിലേക്ക് അതിനെ മാറ്റണം, എന്നിട്ടേ പ്രോബ്ലം ചെയ്യാവുള്ളൂ, തെറ്റിപ്പോവും. ഓക്കെ, യെസ്. അപ്പോൾ ലാംഡ എത്രയാണ്? ലാംഡ 600 നാനോമീറ്റർ ആണ്. അപ്പോൾ ഫ്രീക്വൻസി ഇൻറ്റു 600 × 10⁻⁻9. അപ്പോൾ ഫ്രീക്വൻസി സമം 3 × 10⁸8 ഡിവൈഡഡ് ബൈ 600 × 10⁻⁻9. -9 മേലോട്ടേക്ക് പോയാൽ എത്രയാവും? 8ഉം 9ഉം 17. അപ്പോൾ 3 × 10⁻17 -9 മേലെ പോകുമ്പോൾ +9 ആവും, ഡിവൈഡഡ് ബൈ 600. 3/6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.5 ആണ് അല്ലേ? ഇവിടെ ഒരു 10 സ്ക്വയർ ഉണ്ട്. 600നെ എനിക്ക് 6 × 10² എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ ഒരു 10 സ്ക്വയർ ഉണ്ടായിരുന്നു. ഈ 10 സ്ക്വയർ മേലോട്ടേക്ക് പോയാൽ 10⁻⁻2 ആവും. 10⁻⁻2ഉം 10⁻7ഉം എത്രയാണ്? 10⁻15 അല്ലേ? അപ്പോൾ ഒരു 10 ഇങ്ങോട്ടേക്ക് കൊടുത്താൽ 5 × 10⁻14 ഹെർട്സ് എന്ന് വരും. 5 × 10⁻14 ഹെർട്സ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. An ultrasonic wave has a frequency of 33 kHz. 33 × 10³ കിലോ ആണ്. ഇത്രയും ഹെർട്സ്. വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് തന്നിട്ടുണ്ട് എത്രയാണ്? 330 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എല്ലാം സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് ആക്കി. നമ്മുടെ ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. 33 × 10⁻³ ഇൻറ്റു ലാംഡ സമം 330. അപ്പോൾ ലാംഡ സമം 330 ഡിവൈഡഡ് ബൈ 33 × 10⁻3. ഇപ്പോൾ എത്ര കിട്ടും? 10 ഡിവൈഡഡ് ബൈ 10³ 10⁻², അതായത് 0.01 മീറ്റർ. 0.01 മീറ്റർ. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ചോദ്യം. എ ഗേൾ ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ് നിയർ എ ക്ലിഫ് ആൻഡ് ഹേർഡ് ദ എക്കോ ആഫ്റ്റർ 4 seconds. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ക്ലിഫ് ഫ്രം ദ ഗേൾ ഇഫ് ദ സ്പീഡ് ഈസ് ടേക്കൺ ആസ് 320? വെലോസിറ്റി തന്നിട്ടുണ്ട് എത്രയാണ്? 320 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കുട്ടി ഹാൻഡ് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലിഫിൽ നിന്ന് സൗണ്ട് തിരിച്ചു വരാൻ എടുക്കുന്ന ടൈം 4 സെക്കൻഡാണ്. ടൈം തന്നിട്ടുണ്ട് 4 സെക്കൻഡാണ്. എക്കോ എന്ന് കണ്ടാൽ അപ്പം തന്നെ ഇക്വേഷൻ എഴുതാം. 2D ഡിവൈഡഡ് ബൈ V. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ഓഫ് ക്ലിഫ് ഫ്രം ഗേൾ. D ആണ് കണ്ടുപിടിക്കേണ്ടത്. 2D അല്ല, D ആണ്. ഇവിടുന്ന് സോഴ്സിൽ നിന്ന് റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് അല്ലെങ്കിൽ ക്ലിഫിലേക്ക് എത്ര ദൂരമുണ്ട് എന്നുള്ള കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 സമം 2 × D ഡിവൈഡഡ് ബൈ 320. 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 160 എന്ന് കിട്ടും. അപ്പോൾ D ഈസ് ഈക്വൽ ടു 4 × 160. എത്ര കിട്ടുക?
640 മീറ്റർ എന്ന് കിട്ടും. ഡിസ്റ്റൻസ് എത്രയാണ്? 640 മീറ്ററാണ്. ഓക്കെ, 640 മീറ്റർ. ഓപ്ഷൻ ബി. ഓക്കെ, യെസ്. കമ്പയർഡ് ടു സോഫ്റ്റ് സൗണ്ട്, എ ലൗഡർ സൗണ്ട് wave of the same frequency is characterized by. ഒരു സോഫ്റ്റ് സൗണ്ടിനേക്കാൾ ഒരു ലൗഡർ സൗണ്ടിന് ലൗഡ്നെസ് എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡിന് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഓപ്ഷൻ എ, ലാർജർ ആംപ്ലിറ്റ്യൂഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിഫൈൻസ് ദ ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഫ്രം ഇറ്റ്സ് മെയിൻ പൊസിഷൻ. അതിൻ്റെ മെയിൻ പൊസിഷനിൽ നിന്നുള്ള അയാളുടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെയാണ്, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ്. ഓപ്ഷൻ ബി. ഹൗ ഡസ് ദ സൗണ്ട് ഓഫ് എ പേഷ്യൻസ് ഹാർട്ട് ബീറ്റ് ട്രാവൽ ഫ്രം ചെസ്റ്റ് പീസ് ടു ദ ഡോക്ടേഴ്സ് ഇയർ ത്രൂ സ്റ്റെതസ്കോപ്പ്? ഈ സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടാണ്. ഓപ്ഷൻ ഡി. നമ്മൾ ആപ്ലിക്കേഷൻ്റെ കേസിൽ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വേവ് ക്യാരക്ടറിസ്റ്റിക് ഡിറ്റർമൈൻസ് ദ ലൗഡ്നെസ്? ലൗഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ എ. മെഗാഫോൺ, ലൗഡ് ഹെയിലേഴ്സ്, ഷെഹനായി, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്താണ്? യെസ്, ഇത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ് അല്ലേ? സ്പ്രെഡ് സൗണ്ട് വേവ്സ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ്റെ ഒരു അപ്ലിക്കേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അടുത്ത ചോദ്യം. സൗണ്ട് വേവ്സ് ഇൻ എയർ ആർ ലോഞ്ചിറ്റ്യൂഡനൽ. എന്തുകൊണ്ടാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡനൽ എന്ന് പറയും? പാർട്ടിക്കിൾസ് മൂവ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ അല്ലേ? വേവിൻ്റെ പ്രൊപ്പഗേഷന് എലോങ് ആയിട്ടാണ് ലോഞ്ചിറ്റ്യൂഡനൽ. എ ഹൈ പിച്ച്, പിച്ച് എന്ന് പറയുന്നത് എന്താ? ഫ്രീക്വൻസിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഹൈ പിച്ച് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി, ലോ പിച്ച് എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി. ഓപ്ഷൻ ഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് ലൗഡ്നെസ് ഓഫ് സൗണ്ട്? ലൗഡ്നെസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓപ്ഷൻ സി. ഓർത്ത് വെക്കുക, ലൗഡ്നെസ് എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റീഡ് ദ ഗിവൺ അസേർഷൻ ആൻഡ് റീസൺ കെയർഫുള്ളി ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. അസേർഷൻ എന്താണ്? സൗണ്ട് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്. അവിടെ തന്നെ പോയി. സൗണ്ട് എന്താണ്? ലോഞ്ചിറ്റ്യൂഡനൽ വേവ് ആണ്. സൗണ്ട് വേവ്സ് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ശരിയാണ്. അസേർഷൻ ട്രൂ ആണ്. അസേർഷൻ തെറ്റാണ്. റീസൺ ട്രൂ ആണ് അല്ലേ? അസേർഷൻ ഈസ് ഫാൾസ് ആൻഡ് റീസൺ ഈസ് ട്രൂ. ഓപ്ഷൻ ബി. ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. എന്താണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ് അല്ലേ? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ് സ്റ്റെതസ്കോപ്പ്. ഇൻ എ ലോഞ്ചിറ്റ്യൂഡനൽ വേവ് പാർട്ടിക്കിൾ മോഷൻ ഈസ് പാരലൽ ഓർത്ത് നോക്കുക, പാരലൽ ടു വേവ് ഡയറക്ഷൻ. Which of the following is not true regarding the speed of sound? Speed of sound increases with the increase in temperature of the medium. ശരിയാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സൗണ്ടിൻ്റെ സ്പീഡ് കൂടും. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. കാര്യം ഓർഡർ ഇങ്ങനെയാണ്: സോളിഡ്, ലിക്വിഡ്, ഏറ്റവും കുറവ് ഗ്യാസിലാണ്. ശരിയാണ്. സ്പീഡ് ഓഫ് സൗണ്ട് ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അല്ല, ഇത് തെറ്റാണ്. സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ മീഡിയം ത്രൂ വിച്ച് ഇറ്റ് ട്രാവൽസ്. അല്ല, ഡിപ്പെൻഡ് ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ മീഡിയം. നോട്ട് ട്രൂ ഏതൊക്കെയാണ്? നോട്ട് ട്രൂ 3ഉം 4ഉം, ബോത്ത് 3 and 4. ഓക്കെ, യെസ്. ദ ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എത്രയാണ്? 50 ഹെർട്സ് ആണ്. ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു കംപ്ലീറ്റ് വൺ വേവ്? ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് പറയുക? ടൈം പീരീഡ് എന്ന് പറയാം. ടൈം പീരീഡ് ഓർത്ത് വെക്കണം. ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയം ടൈം പീരീഡ്, ക്യാപിറ്റൽ ടി. ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലൊരു ബന്ധമുണ്ട്. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/ഫ്രീക്വൻസി. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/ഫ്രീക്വൻസി. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അപ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാം. 1/50 എത്രയാ? 0.02 സെക്കൻഡാണ് ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്നത്, അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ് ഇൻക്രീസസ് ബട്ട് ഇറ്റ്സ് സ്പീഡ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് ദെൻ ഇറ്റ്സ് വേവ് ലെങ്ത്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഫ്രീക്വൻസി കൂടുന്നുണ്ട്. ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ ഇവിടെ കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ അതിനനുസരിച്ച് എന്ത് കുറയണം? വേവ് ലെങ്ത് കുറയണം. അങ്ങനെയാണെങ്കിലല്ലേ ഇവിടെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുള്ളൂ. അപ്പോൾ ഓർത്ത് വെക്കുക, ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയും? ലാംഡ കുറയും. ഗിവൺ ദാറ്റ് എന്ത് കോൺസ്റ്റൻ്റ് ആണ്? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്.
So as the frequency of wave increases, wavelength decreases. Option C. Select the correct option regarding the following two statements labeled as assertion and reason. Sound waves are non-mechanical waves. അല്ല, ഈ മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ മീഡിയം ആവശ്യമായിട്ടുള്ള തരംഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? മെക്കാനിക്കൽ വേവ് എന്ന് പറയാം. അതേസമയം മറ്റൊരു വേവ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. നമ്മുടെ വെളിച്ചം, സൂര്യപ്രകാശമൊക്കെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഇതിനെന്ത് വേണ്ട? മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സൗണ്ട് വേവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്? മീഡിയം ആവശ്യമുണ്ട്. അതുകൊണ്ട് മെക്കാനിക്കൽ വേവ് തന്നെയാണ്. സൗണ്ട് വേവ്സ് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം ഫോർ ദർ പ്രൊപ്പഗേഷൻ. ശരിയാണ്. അസേഷൻ തെറ്റ്, റീസൺ ശരി. അസേഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. ഓപ്ഷൻ സി. Which of the following will not produce an echo? മിനിമം എക്കോ ഉണ്ടാകാനുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 17.2 മീറ്റർ. ഒന്നുകിൽ 17.2 മീറ്റർ ഉണ്ടായിരിക്കണം മിനിമം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ ഇവിടെ 10 മീറ്റർ ഡിസ്റ്റൻസിൽ എന്തായാലും എന്തുണ്ടാവില്ല? എക്കോ ഉണ്ടാവില്ല. 100 മീറ്റർ, 30 മീറ്റർ, 50 മീറ്റർ ഒക്കെ സാധ്യതയുണ്ട്. ഒരിക്കലും 10 മീറ്റർ സാധ്യതയില്ല, കാരണം 17.2 ഫോർ എ ഗിവൺ വേവ്, ഇഫ് ദ സ്പീഡ് ബിക്കംസ് 3 times the wavelength, if speed becomes 3 times and the wavelength becomes 3 times the frequency, സ്പീഡ് അതായത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ. സ്പീഡ് എന്തായിട്ടുണ്ട്? 3 ഇരട്ടി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വേവ് ലെങ്ത്തും 3 ഇരട്ടി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസിക്ക് എന്താ ഉണ്ടാവുക? ഇവിടെയുള്ള 3യും ഇവിടെയുള്ള 3യും വെട്ടിക്കളയാം. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും അല്ലേ? ഫ്രീക്വൻസി റിമെയിൻസ് ദ സെയിം. ഓപ്ഷൻ എ. മാത്തമാറ്റിക്കലി നമുക്കത് കണ്ടുപിടിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? ലൗഡ്നെസ് ഡിപ്പെൻഡ് ഓൺ ആംപ്ലിറ്റ്യൂഡ്. ശരിയാണ്. സോഫ്റ്റ് സൗണ്ട് ഹാസ് സ്മോൾ ആംപ്ലിറ്റ്യൂഡ്. ശരിയാണ്. ലൗഡ് സൗണ്ട് ഹാസ് ലാർജ് ആംപ്ലിറ്റ്യൂഡ്. ലൗഡ്നെസ് ഒരിക്കലും ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ആംപ്ലിറ്റ്യൂഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. എ സ്റ്റെതസ്കോപ്പ് ഹെൽപ്സ് എ ഡോക്ടർ ഹിയർ എ പേഷ്യൻസ് ഹാർട്ട് ബീറ്റ് ക്ലിയർലി. വിച്ച് പ്രിൻസിപ്പിൾ ഡസ് എ സ്റ്റെതസ്കോപ്പ് യൂസ് ഫോർ ദിസ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലേ? സ്റ്റെതസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾ ഓർത്ത് വെക്കുക, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. ഓപ്ഷൻ ബി. ഇൻ എ സൗണ്ട് വേവ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് അലോങ്. സൗണ്ട് വേവ് ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്. അപ്പോൾ വൈബ്രേറ്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഇൻഫ്രാസോണിക്? ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ 20 ഹെർട്സിനേക്കാൾ കുറവുള്ള ഫ്രീക്വൻസിയാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ലെസ് ദാൻ 20 ഹെർട്സ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്. എ സൗണ്ട് വേവ് ഹാസ് എ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 250 ഹെർട്സ് ആണ്. ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റ് വൈബ്രേഷൻ. ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധം എന്താ? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/ഫ്രീക്വൻസി 1/250. 1/250 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 1/25 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.04 വരും. ഒരു 0 കൂടി ആഡ് ചെയ്യുക, 0.004 സെക്കൻഡ് അല്ലേ? ഓക്കെ, യെസ്. ഓപ്ഷൻ സി ആണ് വരിക. ഓപ്ഷൻ സി. ഇഫ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് 344, സ്പീഡ് തന്നിട്ടുണ്ട് 344 ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലമാണ്. മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? എക്കോ കണ്ട 17.2 മീറ്റർ ആണ്. ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. നമ്മുടെ ഇക്വേഷൻ എന്താണ്? T = 2D/V എന്നുള്ള ഇക്വേഷനാണ് എക്കോ റിലേറ്റഡ്. ഓപ്ഷൻ ബി. A sound of 100 Hz is compared with a sound of 500 Hz. Which of the following? 100 ഹെർട്സിന് 500 ഹെർട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ലോ പിച്ച് ആയിരിക്കും അല്ലേ? 500 ഹെർട്സ് ഹാസ് ഹയർ പിച്ച്, കാരണം ഫ്രീക്വൻസിയുടെ വാല്യൂ കൂടുതലാണ്. Why are ceilings of concert halls often made curved? ഇങ്ങനെ കേർവ് ചെയ്ത് വെക്കുന്നതിൻ്റെ കാര്യം എന്താണ്? സൗണ്ട് ഈക്വലി അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യണം. To reflect sound uniformly in all direction. Which of the following sound has the lowest pitch? കൂട്ടത്തിൽ ലോവസ്റ്റ് പിച്ച് ആർക്കാണ്? ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞ ആൾക്കാർക്കായിരിക്കും ലോവസ്റ്റ് പിച്ച്. ഇവിടെ ഫ്രീക്വൻസിയുടെ വാല്യൂ ഏറ്റവും കുറവ് എന്താണ്?
മാൻസ് ഡീപ്പ് വോയിസ് 100 ഹെഡ്സ് എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ലോവസ്റ്റ് പിച്ച് അതാണ്. എ സൗണ്ട് വേവ് ഹാസ് എ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എത്രയാണ്? 1600 ഹെഡ്സ് ആണ്. വേവ് ലെങ്ത് 0.2 മീറ്റർ. ഇപ്പോൾ വെലോസിറ്റി എന്താണ്? എഫ് ഇൻറ്റു ലാംഡ. 1600 ഇൻറ്റു 0.2 എത്ര കിട്ടും? 320 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി. എ മാൻസ് പിച്ച് ഈസ്, ഒരു പ്രായപൂർത്തിയായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ അയാളുടെ വോയിസ് എന്ന് പറയുന്ന ബാസ് വോയിസ് ആയിരിക്കും, ലോ പിച്ച് ആയിരിക്കും. ഒരു കുട്ടിയുടെ സൗണ്ട് എന്ന് പറയുന്ന ഹൈ പിച്ച് വോയിസ് ആണ്. എ മാൻസ് പിച്ച് ഈസ് ലോവർ ദാൻ ചൈൽഡ്സ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എ ഗേൾ ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ് നിയർ എ ക്ലിഫ് ആൻഡ് ഹേർഡ് ദ എക്കോ. ടൈം എത്രയാണ്? 8 സെക്കൻഡാണ്. വെലോസിറ്റി എത്രയാണ്? 320. നമുക്ക് ഡിസ്റ്റൻസ് ഡി കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്താ? ടി ഈസ് ഈക്വൽ ടു 2D ഡിവൈഡഡ് ബൈ വി. 8 സമം 2D ഡിവൈഡഡ് ബൈ 320, 160 അല്ലേ? അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 160 ഇൻറ്റു 8, 800, 480 പ്ലസ് 0 എത്ര കിട്ടും? 0, 8, 1280. 8 ഇൻറ്റു 100 800, 8 ഇൻറ്റു 60 480, 8 ഇൻറ്റു 0 0, 1280 മീറ്റർ. ഓപ്ഷൻ എ. വൈ ആർ സൗണ്ട് വേവ്സ് ക്ലാസിഫൈഡ് ആസ് മെക്കാനിക്കൽ വേവ്സ്? കാരണം എന്താ? മെക്കാനിക്കൽ വേവ്സിന് സഞ്ചരിക്കാനായിട്ട് എന്ത് വേണം? മാധ്യമം വേണം. ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം. ദേ റിക്വയർ എ മീഡിയം. അങ്ങനെയുള്ള വേവ്സിനെയാണ് മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. വൈ ആർ സൗണ്ട് വേവ്സ് ക്ലാസിഫൈഡ് ആസ് മെക്കാനിക്കൽ വേവ്സ്? എന്തുകൊണ്ട് സൗണ്ട് വേവ്സിനെ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും? മെക്കാനിക്കൽ വേവ്സിന് എന്ത് വേണം? സഞ്ചരിക്കാൻ മാധ്യമം വേണം. ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം. ഓപ്ഷൻ സി. ഫോർ എ ഡിസ്റ്റൻറ്റ് എക്കോ ടു ബി ഹേർഡ് ദ മിനിമം ടൈം ഇൻ്റർവെൽ. മിനിമം ടൈം ഇൻ്റർവെൽ എത്രയാണ്? 0.1 സെക്കൻഡ് ആണ്. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 0.1 സെക്കൻഡ്. ഓപ്ഷൻ ബി. വെൻ ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് എ സൗണ്ട് സോഴ്സ് ഇൻക്രീസസ് ദ റിസൾട്ടിങ് സൗണ്ട് വിൽ ഹാവ്. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും? ഹയർ പിച്ച് എന്ന് പറയാം. ഓപ്ഷൻ സി. ഫ്രീക്വൻസി ഇൻക്രീസസ് ദ പിച്ച് ഇൻക്രീസസ്. ടു ഹിയർ എ ഡിസ്റ്റൻറ്റ് എക്കോ മിനിമം ടൈം എത്രയാണ്? 0.1 സെക്കൻഡ്. വൈ ആർ അൾട്രാസൗണ്ട് പ്രിഫേർഡ് ഫോർ ക്ലീനിങ് ഒബ്ജക്റ്റ്? കാര്യം എന്താ? ദെയർ ഹൈ ഫ്രീക്വൻസി ഡിസ്ലോജസ് ഡർട്ട് പാർട്ടിക്കിൾ. ഹൈ ഫ്രീക്വൻസി കൊണ്ട് പൊടിപടലങ്ങളെ മാറ്റാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന. ഓപ്ഷൻ സി. വാട്ട് ഹാപ്പൻസ് ടു ദ സൗണ്ട് വെൻ ദ സോഴ്സ് വൈബ്രേറ്റ്സ് ഫാസ്റ്റർ? വൈബ്രേഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? പിച്ച് കൂടും, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടും. ദ ഫ്രീക്വൻസി ആൻഡ് പിച്ച് ബിക്കം ഹയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ലോ പിച്ച് മീൻസ് ഹൈ ഫ്രീക്വൻസി. നോ. ലോ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ലോ ഫ്രീക്വൻസി. ഹൈ പിച്ച് ഹൈ ഫ്രീക്വൻസി. ശരിയാണ്. ഓപ്ഷൻ ബി. The frequency of a vibrating object is 50 Hz. What is the time period? Frequency is equal to 1 by time period എന്നുള്ള ഇക്വേഷൻ. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1 ബൈ ഫ്രീക്വൻസി. 1 ബൈ 50 എത്രയാണ്? 0.02 സെക്കൻഡ്. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മിനിമം ടൈം ഗ്യാപ്പ്? ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓർത്ത് വെക്കുക, 0.1 സെക്കൻഡ് ആണ്. എന്തായാലും ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എക്കോ കേൾക്കാനായിട്ട് വേണ്ട മിനിമം ടൈം പീരീഡ് 0.1 സെക്കൻഡ്. ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് വേവ് ഈസ് 250 ഹെർട്സ്. പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1 ബൈ ഫ്രീക്വൻസി. 1 ബൈ 250 3 കിട്ടുക 0.004 സെക്കൻഡ്. ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? സ്റ്റെതസ്കോപ്പ് ആണല്ലേ? സ്റ്റെതസ്കോപ്പ്. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വൈബ്രേറ്റിംഗ് ബോഡി പ്രൊഡ്യൂസിങ് എ സൗണ്ട്? വൈബ്രേറ്റിംഗ് ബോഡി പ്രൊഡ്യൂസിങ് എ സൗണ്ട് എന്താണ്? എ റിംഗിങ് ട്യൂണിംഗ് ഫോർക്കാണ്. എ റിംഗിങ് ട്യൂണിംഗ് ഫോർക്ക്. ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് മാച്ച് കറക്റ്റ്ലി? ഫ്രീക്വൻസി 1 ഹെർട്സ് ആണെങ്കിൽ ടൈം പീരീഡും എത്രയായിരിക്കും? 1 സെക്കൻഡ് ആയിരിക്കും. കാരണം എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ ടി ആണ്. 1 ബൈ ടി. ഓപ്ഷൻ എ തെറ്റാണ്.
ഫ്രീക്വൻസി 2 ഹെർട്സ് ആണെങ്കിൽ ടൈം പീരീഡ് 1/2 0.5 സെക്കൻഡ് ആയിരിക്കും. തെറ്റാണ്. ഫ്രീക്വൻസി 10 ഹെർട്സ് ആണെങ്കിൽ ടൈം പീരീഡ് എത്രയാണ്? 1/10 0.1 സെക്കൻഡ് ആയിരിക്കും. ശരിയാണ്, നോക്കേണ്ട ആവശ്യമില്ല, ഓപ്ഷൻ സി ആയിരിക്കും. If the speed of wave is 300 meter per second and its wavelength is 0.7 meter, frequency is equal to velocity 300 meter per second divided by 0.75. 0.75 എന്നതിനെ എനിക്ക് വേണമെങ്കിൽ 3/4 എന്ന് എഴുതാം അല്ലേ? 3/4 അല്ലേ 0.75 എന്ന് പറയുന്നത്. അപ്പോൾ 300 ഡിവൈഡ് ബൈ 3/4 എത്ര കിട്ടും? 400 ഹെർട്സ് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. Which of the following statement is not correct? Reverberation occurs due to multiple reflection. Excessive reverberation can disturb speech. Reverberation helps improve clarity of sound. Reverberation കൂടിയാൽ എങ്ങനെയാണ് ക്ലാരിറ്റി കൂടുക? അതൊരിക്കലും ക്ലാരിറ്റി കൂട്ടില്ല. ഒരുപാട് ഇങ്ങനെ റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറയാണ് ചെയ്യുക. Yes. What is reverberation? Reverberation എന്ന് പറഞ്ഞാൽ the persistence of sound due to multiple reflection of sound waves. What is the primary cause of reverberation in a hall or room? Multiple reflection of sound from hard surface. A sound wave has a speed of 320 meter per second. Velocity എത്രയാണ്? 320 meter per second. If the wavelength ലാംഡ എത്രയാണ്? 0.4 മീറ്റർ ആണെങ്കിൽ ഫ്രീക്വൻസി എത്രയാണ്? വെലോസിറ്റി ബൈ 0.4. 320 ഇൻറ്റു 4/10 ആണ്. അപ്പോൾ 320 ഇൻറ്റു 10/4 എത്ര വരും? 800 ഹെർട്സ് എന്ന് വരും. 800 ഹെർട്സ്. ഓപ്ഷൻ ബി. വെൻ ദ ടെമ്പറേച്ചർ ഓഫ് എയർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? സൗണ്ടിൻ്റെ സ്പീഡും കൂടും, ഇൻക്രീസസ്. ഓപ്ഷൻ സി. Which of the following statement is correct? Sound waves are transverse. അവിടെ തന്നെ തെറ്റി. Sound requires a medium to travel and is longitudinal. ശരിയാണ്, ഓപ്ഷൻ ബി. In which of the following media is the speed of sound highest? സോളിഡിലാണ് ഹയസ്റ്റ്. അപ്പോൾ ഓപ്ഷൻ എ. അയൺ എന്ന് പറയുന്നത് എന്താണ്? സോളിഡാണ്. വാക്വത്തിൽ സൗണ്ട് സഞ്ചരിക്കുക പോലുമില്ല, ശൂന്യതയാണ്. റിവർബറേഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? യൂസിങ് സൗണ്ട് അബ്സോർബൻ മെറ്റീരിയൽ. സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ റിവർബറേഷൻ കുറയ്ക്കാം. Which of the following statement is not correct? Frequency of vibration determines pitch of the sound. ശരിയാണ്. Vibration create compression and rarefaction in air. Amplitude of vibration affected loudness. Sound can be produced. ഒരിക്കലും സൗണ്ടിനെ നോൺ വൈബ്രേറ്റിംഗ് ബോഡീസിന് ഉണ്ടാക്കാൻ പറ്റില്ല. സൗണ്ട് വേണമെങ്കിൽ എന്ത് വേണം? വൈബ്രേഷൻ വേണം. 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 4ാമത്തെ തെറ്റാണ്. Which of the following is an application of ultrasound in industry? Detecting crack. ശരിയാണ്. റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുന്നില്ല. Which of the following shows the correct chain of events when a vibrating body produce sound? Vibration down, particles of medium vibrate, sound wave propagate, sound is heard. Option B അല്ലേ? ആദ്യം വൈബ്രേഷൻ സംഭവിക്കണം. അപ്പോൾ അതിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് സൗണ്ട് ഉണ്ടാവും. സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. Why are the ceilings of place like concert hall and cinema hall usually made curved? എന്തുകൊണ്ടാണ് കേർവ് ചെയ്തിരിക്കുന്നത്? ടു ഹെൽപ്പ് സൗണ്ട് റിഫ്ലക്റ്റ് ആൻഡ് റീച്ച് ഓൾ പാർട്സ് ഓഫ് ദ ഹാൾ. എല്ലാ ഭാഗത്തും എത്താനായിട്ട്. യെസ്, അപ്പോൾ സൗണ്ട് ആൻഡ് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. PDF വേണ്ടിയിട്ട് ഈ ഒരു കോഡ് സ്കാൻ ചെയ്യുക. താങ്ക് യു.